വർക്കല മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി സ്മിത സുന്ദരേശനാണ് ഇനി പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. ഒപ്പം വിനീഷ് ഉണ്ട്. പറയൂ വിനീഷ്, സ്മിത സുന്ദരേശന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിശേഷങ്ങൾ. തീർച്ചയായിട്ടും രാഗി, അഡ്വക്കേറ്റ് സ്മിത സുന്ദരേശൻ വലിയ തിരക്കിലാണ്. കാരണം തെരഞ്ഞെടുപ്പ് ചൂട് സജീവമായി നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അന്തരീക്ഷത്തിൻ്റെ ചൂടും വലിയ തോതിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അങ്ങനെ അന്തരീക്ഷ ചൂടും തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ അങ്ങനെ സജീവമായി അങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. ഈ നെഞ്ചിടിപ്പ് അങ്ങനെ കൂടുന്നുണ്ടോ? നെഞ്ചിടിപ്പില്ല, പിന്നെ ചൂടിൻ്റെ ഒരു അസ്വസ്ഥതയുണ്ട്. അപ്പോൾ ഏറ്റവും അവസാനം കുറച്ച് സമയം മാത്രമാണ് പ്രചരണത്തിനായി ലഭിച്ചിരിക്കുന്നത്. ആ ഒരു സമയം കൊണ്ട് ഈ മണ്ഡലം മുഴുവനും കവർ ചെയ്ത് ജനങ്ങളുടെ അടുത്തേക്കൊക്കെ എത്താൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഭാരതീയ ജനതാ പാർട്ടി പ്രഖ്യാപിച്ച അവസാനത്തെ കാൻഡിഡേറ്റാണ് ഞാൻ. അത്തരത്തിൽ ഞാൻ പ്രചരണ പരിപാടിയിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒത്തിരി ഡിലേ ആയി. എന്നിരുന്നാൽ കൂടിയും ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ എന്തായാലും ഈ നിയോജക മണ്ഡലത്തിലെ എല്ലാ വോട്ടേഴ്സിനെയും കണ്ട് എൻ്റെ വോട്ട് ഉറപ്പിക്കാനായിട്ട് എനിക്ക് കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ ഇവിടെ BDJS സ്ഥാനാർത്ഥി. ഇത്തവണ കഴിഞ്ഞ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി പരിശോധിക്കുമ്പോൾ BJP 2ാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ് വർക്കലയെ സംബന്ധിച്ചിടത്തോളം. ഈ വർക്കലയ്ക്ക് വലിയ പ്രാതിനിധ്യം ഉള്ള ഒരു മണ്ഡലം. BJPയെ സംബന്ധിച്ചിടത്തോളം സജീവമായി A ക്ലാസ് പട്ടികയിൽ ഉൾപ്പെടുന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ എങ്ങനെ നോക്കുകയാണെന്ന്, പ്രത്യേകിച്ച് മറ്റൊരു പാർട്ടിയിൽ നിന്ന് BJPക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി ജനങ്ങൾ ഉയർത്തുന്ന ചോദ്യം. ആ ചോദ്യത്തെ എങ്ങനെ ഓവർകം ചെയ്യുമെന്നാണ് കരുതുന്നത്? തീർച്ചയായിട്ടും മറ്റൊരു പ്രസ്ഥാനത്തിൽ നിന്ന് വന്ന എന്നെ വളരെ സ്വീകാര്യതയോട് കൂടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആത്മവിശ്വാസം ഏറെയാണ്. പിന്നെ വർക്കല നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 41,000-ലധികം വോട്ട് നേടിക്കൊടുത്ത ഒരു മണ്ഡലമാണിത്. അത്തരത്തിൽ A ക്ലാസ് മണ്ഡലമാണ്. തീർച്ചയായിട്ടും നല്ല വിജയസാധ്യതയുള്ള മണ്ഡലം തന്നെയാണ് വർക്കല. പ്രത്യേകിച്ച് പൊതുരംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ ചുമതലകൾ, പ്രത്യേകിച്ച് ജനങ്ങളുടെ ജനപ്രതിനിധിയായി വിവിധ ചുമതലകൾക്ക് പല ഘട്ടങ്ങളിലും വഹിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഫീൽ ഇപ്പോഴും ലഭിക്കുന്നുണ്ടോ? ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പൊതുജന സേവനം എന്ന് പറയുമ്പോൾ അത് കേവലം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്നതിലുപരിയായിട്ട് ജനങ്ങളുമായിട്ടുള്ള ആ ഒരു നല്ല ബന്ധം കൊണ്ടുപോകലാണ്. അത് ഈ കാലയളവിൽ ഞാൻ അതങ്ങനെ തന്നെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. തുടർന്നും അത്തരത്തിൽ തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഇനിയുള്ള കാലഘട്ടം വർക്കലയുടെ വികസനം ഏത് തരത്തിലെന്നാണ് BJP വിലയിരുത്തുന്നത്? സ്ഥാനാർത്ഥി എന്ന നിലയിൽ താങ്കൾ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? വർക്കലയുടെ സമഗ്രമായ വികസനം. കാരണം ഇന്നിപ്പോൾ വർക്കലയിൽ വികസനം എന്ന പേരിൽ കേവലം ഉദ്ഘാടനങ്ങൾ മാത്രമായിട്ട് ചുരുങ്ങുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ ആ സ്ഥിതിവിശേഷം മാറണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വിഭാവനം ചെയ്യുന്ന അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഒരു തുടർ പ്രവർത്തനം കേരളത്തിലും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുവെ വിലയിരുത്തുമ്പോൾ പഴയ MLA ജോയ് ഇവിടെ വികസന പ്രവർത്തനം ചെയ്തതിൽ കൂടുതൽ വികസന കേന്ദ്ര പദ്ധതികൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പദ്ധതികൾ എത്തിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരു പ്രചരണം BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. എന്തൊക്കെ വികസനമാണ് നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്ന് വർക്കലയ്ക്ക് വേണ്ടി ഉണ്ടായത്? റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വികസനം ഒക്കെ ഇവിടെ വർക്കല നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിട്ട് വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, പല കേന്ദ്ര പദ്ധതികളും ഇങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷേ അത് നല്ല രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് കുറച്ച് ഇപ്പോൾ നിലവിലുള്ള ഇവിടുത്തെ സാഹചര്യം വെച്ചിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ ഈ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് സീറ്റ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്ര പദ്ധതികളൊക്കെ തന്നെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആ സാധ്യമാകലിലൂടെ വർക്കലയുടെ സമഗ്ര വികസനം എന്ന ആ ഒരു ലക്ഷ്യത്തിൽ നമുക്ക് എത്തിച്ചേരാനും പറ്റും. തീർച്ചയായിട്ടും രാഗി, സ്ഥാനാർത്ഥി വലിയ തിരക്കിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ചൂടും അങ്ങനെ കൊഴുക്കുന്ന ഒരു മണ്ഡലമായി വർക്കല മാറുന്നു. വർക്കലയെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള 3 നേതാക്കളാണ് ഇത്തവണ തട്ടകത്തിൽ ഉള്ളത്. ഇത്തവണ ആർക്കൊപ്പമാകും വർക്കല മണ്ഡലം എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. ഒപ്പം തന്നെ അഡ്വക്കേറ്റ് സ്മിത സുരേന്ദ്രൻ സൂചിപ്പിക്കുന്നത് ഇത്തരത്തിലാണ്: വർക്കലയുടെ വികസനം യാഥാർത്ഥ്യമാക്കാൻ NDAക്ക് വോട്ട് ചെയ്യണം, BJPക്ക് വോട്ട് ചെയ്യണമെന്ന ആവശ്യം തന്നെയാണ് NDA സ്ഥാനാർത്ഥി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്.